ഹായ്. വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള കുറച്ച് ജോലികളാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ വിഷുക്കഞ്ഞിയാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ആയി, തേങ്ങാപ്പാലൊക്കെ വറ്റിപ്പോയി. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇത് കുറച്ച് മീൻ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചതാണ്, അതും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. വിഷുക്കഞ്ഞിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമ്പഴങ്ങ തേങ്ങ അരച്ച കറിയാണ്, ഇതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പുതിയതായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ അവിയൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അവിയലും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് വിഷുക്കഞ്ഞിക്കുള്ള തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും ആക്കിയിട്ട് വേണം എനിക്ക് വിഷുക്കഞ്ഞി സെറ്റാക്കി എടുക്കാൻ. പിന്നെ ചായ തിളപ്പിച്ചതാണ് അത്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. കാരണം ഇന്നെൻ്റെ മോന് ക്ലാസ്സിൽ പോകണം. പിന്നെ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ചേട്ടന് ചായയൊക്കെ കൊടുത്തു. ചേട്ടൻ ചായ കുടിച്ചു. പിന്നെ ഞാൻ ആദ്യം തന്നെ വെള്ളം കുടിക്കും. ചേട്ടനും അതേ വെള്ളം കുടിക്കും കേട്ടോ. കരിഞ്ജീരകവും ജീരകവും ഉലുവയും പെരിഞ്ജീരകം അതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഞങ്ങൾ എല്ലാവരും അത് തന്നെയാണ് കുടിക്കുന്നത്. അത് കുടിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഉണർവാണ്. എനിക്കങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായി ഇത് തിളപ്പിക്കാറുമുണ്ട്. അങ്ങനെ അത് കുടിച്ചിട്ട് വേണം ഇനി അടുത്ത ജോലികൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് കുടിക്കണേ, ആസ്വദിച്ചാൽ കുടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ ചെറിയ ചൂടോടുകൂടി ജീരകവെള്ളം ഉലുവയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഈ വെള്ളം കുടിക്കാനായിട്ട്. അപ്പോഴൊക്കെ ചോറ് വേകാറായിട്ടുണ്ട്. വിസിൽ വന്നിട്ട് വേണം എനിക്കത് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രതിസന്ധികളൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും സമയം പാഴാക്കാതെ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കണമായിരുന്നു ഞാൻ. പിന്നീട് മീൻ വറുക്കാനുള്ള ഒരിതില്ല. അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, മീനൊക്കെ എടുത്തിട്ടു. ഇനി ഇത് വറുത്തിട്ട് വേണം മോന് ചോറിൻ്റെ കൂടെ കൊടുത്തഴക്കാനായിട്ട്. അപ്പോഴേക്കും ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കണേന്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് പിഴിഞ്ഞ് ആദ്യം തലപ്പാലായിട്ട് മാറ്റി വെച്ചു. പിന്നീട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത്തെ പാലിനായിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ അത് ആദ്യം ആ വിഷുക്കഞ്ഞിയിലേക്ക് ഒഴിച്ച് സെറ്റാക്കും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ശരിയാക്കി എടുക്കും. അതിന് ശേഷമാണ് തലപ്പാലൊഴിച്ച്, അത് തിളച്ചൊന്ന് വരുമ്പോഴേക്കാണ് ഞാൻ തലപ്പാലൊഴിച്ച് അത് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് രാവിലെ വിഷുക്കഞ്ഞി, പപ്പടം, പഴം ഇത് കഴിക്കാമെന്നാണ് മനസ്സിൽ പ്ലാൻ ചെയ്തേക്കണേ. അതാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇത് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാറുമില്ല. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. മോന് മുട്ട പുഴുങ്ങിയത് കൊടുത്ത്, അവന് അതാണ് ഇഷ്ടം. അത് കഴിച്ചിട്ടേ അവൻ പോകുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കില്ല. രാവിലെ തന്നെ പോകുമ്പോൾ ഒന്നും കഴിക്കില്ല. പിന്നെ ഞാൻ ലഞ്ച് കൊടുത്തു വിടും. അങ്ങനെയൊക്കെയാണ് മോൻ്റെ ഫുഡ്. വീട്ടിലാണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും. അപ്പോൾ ചേട്ടനും മോനും മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു. പിന്നെ ഞാൻ അവിയൽ ചൂടാക്കി. അവിയലിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം അവിയൽ ചൂടാക്കി. നല്ല അവിയലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതായത് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ, അത് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്നും കിച്ചണിലേക്ക് എടുത്ത് വെച്ചിരുന്നു. പിന്നീട് മുട്ട തോടൊക്കെ പൊളിച്ച് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ മോൻ റെഡിയായി പോണേന് കേട്ടോ. അപ്പോൾ ചേട്ടൻ കുളിക്കാനും പോവുകയായിരുന്നു. പിന്നെ മോൻ അങ്ങോട്ട് പോയി. അപ്പോഴാണ് മോൻ പോകുമ്പോഴേക്കും 3 പൂച്ച കുഞ്ഞുങ്ങളും കൂടി കയറി വന്ന്. ഇത് കണിയിൽ വെക്കാൻ വാങ്ങിയ മാങ്ങയാണ് കേട്ടോ. പക്ഷേ അത് ഞാൻ വെച്ചില്ല, കാരണം അതിൻ്റെ തോടൊക്കെ ഇങ്ങനെ കുത്തുമൊക്കെ ഇരിക്കണതുകൊണ്ട് എനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ വെച്ചില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വിഷുക്കഞ്ഞി ഇതൊക്കെ കഴിക്കണേ. അപ്പോൾ ആ സമയത്ത് മിന്നു പൂച്ച സുഖമായി കിടന്ന് ഉറങ്ങണേണ്. അപ്പോൾ ഈ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളുടെ അടുത്ത് അവർ സുരക്ഷിതരാണല്ലോ. പിന്നീട് ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ കാരച്ചെമ്മീനായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ
അതൊക്കെ എടുത്ത് കഴുകി എടുത്തതാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇത് വൃത്തിയാക്കിയിട്ട് പൊരിക്കാമെന്ന് കരുതി. കറിയൊന്നും വെക്കുന്നില്ല, പൊരിക്കുന്നതാണ് ഇഷ്ടം. ചേട്ടനും മോനും അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതാകുമ്പോൾ എനിക്കും എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഓരോന്നും ചതകല്ലിലിട്ട് ചതച്ചെടുക്കും. കാരണം മാംസമുള്ള മീനാണ്, ഞാൻ വേവിക്കാതെയാണ് പൊരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചതഞ്ഞ് വരുമ്പോൾ പെട്ടെന്നല്ല എന്നാലും ഉൾവശമൊക്കെ നന്നായി മുരിയും. അപ്പം ഞാൻ ആദ്യം ഉപ്പ്, മഞ്ഞൾ, മുളക്, ഇത്തിരി വെളിച്ചെണ്ണ അതിൽ പുരട്ടി ആദ്യം ഒരു 6-7 എടുത്ത് വറുത്തുള്ളൂ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട്, കാരണം ഇത്തിരി ഐസിടാത്ത ചെമ്മീനായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതും കൊണ്ടും ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് ക്ലിയറായിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് നോക്കിയിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് കരുതി ഞാൻ ആദ്യം ഒരു 6-7 ചെമ്മീനെടുത്താണ് ഇതുപോലെ ഫ്രൈ ആക്കിയത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു. പിന്നീട് ഞാൻ അതിൽ ഉപ്പും മഞ്ഞളും മുളകൊക്കെ കൂടാതെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്ത് മിക്സ് ആക്കും കേട്ടോ. കാരണം അതൊരു ടേസ്റ്റാണ്. മുരിഞ്ഞ് വരുമ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ഗ്രേവി ഉപയോഗിച്ച് തന്നെ നമുക്ക് ചോറ് കഴിക്കാം, ഇഷ്ടംപോലെ ചോറ് കഴിക്കാം. അപ്പോൾ മോന് ഞാൻ അവിയലും മീൻ വറുത്തതും കൂടിയാണ് ലഞ്ചിന് കൊടുത്തു വിട്ടത്. മോൻ പോയതിന് ശേഷമാണ് ചെമ്മീൻ ശരിയാക്കിയത്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ള വിശേഷങ്ങൾ.